ഡും പാത്തുമ്മയുടെ ആട് പെറ്റു. ദുബായിലോ പാത്തുമ്മയുടെ ആട്. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അണ്ടകടാഹം, വടുക്കൂസ്, ബ്ലുങ്കോസ്. വല്ലാത്തൊരു യുണീക്ക് ശൈലി തന്നെയായിരുന്നു, വല്ലാത്തൊരു യുണീക്ക് ബ്രാൻഡ് തന്നെയായിരുന്നു അല്ലേ വൈക്കം മുഹമ്മദ് ബഷീർ. ഇന്ന് ബഷീറിന്റെ ഓർമ്മ ദിനം. ഇന്ന് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയാമെന്നാണ് കരുതിയത്. ഇപ്പൊ ഇന്നത്തെ ദിവസം പറയുന്ന സമയത്ത് ബഷീർ എന്ന വല്ലാത്തൊരു യുണീക്ക് ആയിട്ടുള്ള ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയാതെ എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്? നമ്മളെ ലോകത്തിന് മുന്നിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അതാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ നമ്മുടേതായ ഒരു സ്റ്റോറി ഉണ്ടാവും, സ്കിൽസ് ഉണ്ടാവും, വാല്യൂസ് ഉണ്ടാവും, പേഴ്സണാലിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മളൊരു സ്ട്രോങ് ബ്രാൻഡ് ആക്കിയിട്ട്, ഒരു പേഴ്സണൽ ബ്രാൻഡ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് ഡോർസ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. നമ്മുടെ വിസിബിലിറ്റിയാണ് കൂടുന്നത്. നമ്മുടെ സമാന മനസ്കരായ ആളുകളായിട്ടുള്ള കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. അസോസിയേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്പണിങ്സ് ആണ് വരുന്നത്. അപ്പോൾ ഫ്രീലാൻസേഴ്സ് ആയാലും ഓണ്ടർപ്രണേഴ്സ് ആയാലും പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ അസെറ്റ് തന്നെയാണ്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നുള്ളത് സത്യസന്ധമായി നാടറിയുന്നതിൽ മടിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സോ എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യും എന്നല്ലേ ചിന്തിക്കുന്നത്? വിളിക്ക്, നമുക്ക് സംസാരിക്കാം. ഉപ്പുപ്പ ഗാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളും ഒരു ബ്രാൻഡായി മാറിയിരിക്കും.